ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കറുകുറ്റി ഇടവക 3-ാം പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സോണി ബിജു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 12 തവണ പുതുക്കി. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരാൻ സാഹചര്യം, ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് OET എക്സാം എഴുതാൻ ഒരു ഡേറ്റ് എടുക്കാനായിട്ടും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ തലേദിവസം എന്നോട് കുർബാനയ്ക്ക് ചെന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുന്നു. അത് കേട്ട അന്ന് തന്നെ രാത്രി ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 16, 2022 ഞാൻ പിന്നെ എക്സാം എഴുതിയത് സെപ്റ്റംബർ 24. എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ പാസ്സാവും, ഇപ്പം തന്നെ ഒക്ടോബറിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഫെയിലായി. പക്ഷേ ഞാൻ 7 തവണ OET എഴുതി, 7 തവണയും ഞാൻ ഫെയിലായി. പക്ഷെ ഒരു തവണ ഫെയിലാകുമ്പോഴും എനിക്ക് ഈ അച്ഛൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലുണ്ടാവുമായിരുന്നു എനിക്കുള്ള സന്ദേശം. അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അപ്പം ഞാൻ പിറ്റത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എനിക്കതൊരു ധൈര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യായിരുന്നു. അറിയാലോ, 7 പ്രാവശ്യം എക്സാം എഴുതുക എന്ന് വെച്ചാൽ അതൊരു 3 വർഷമായി ഞാൻ ഈ കണ്ടിന്യൂസ് ചെയ്ത്. അപ്പോൾ പള്ളിയിലെല്ലാവരും ചോദിച്ചു ആയില്ലേന്ന്. അപ്പോഴും മോളെ ശരിയാവും കേട്ടോ. അപ്പോൾ ഞാനും ശരിയാവും, മോള് കൃപാസനത്തിൽ പോകണില്ലേ, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാ, ശരിയാവും. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എക്സാം എഴുതാൻ വന്നു. അന്ന് സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. മാല പണയം വെച്ചു. അവസാനത്തെ എക്സാമാണെന്ന് മാതാവിനോട് പറഞ്ഞു, ഇനി പറ്റില്ല, കാരണം ഇനി മുന്നോട്ട് 8 പ്രാവശ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡ്യൂളെ പോകുന്നുള്ളൂ, അതും ഇടയ്ക്ക് പോയി എഴുതുമായിരുന്നു. അങ്ങനെയും പോകുന്നുണ്ട് പൈസ. റിവാലുവേഷൻ കൊടുത്തു, അങ്ങനെയും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മാറിയില്ല. 1ാമത്തെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന്. കാരണം ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ എക്സാം എഴുതിയെന്നുള്ളത് എൻ്റെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ തോറ്റു എന്നുള്ളതും ഇടവകക്കാർക്കറിയാം. പക്ഷെ ഞാൻ ജയിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതും അച്ഛൻ തന്നെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി തന്നെ പുതുക്കി എക്സാം എഴുതിക്കൊണ്ടിരുന്നു. 8ാമത്തെ പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം ഒത്തിരി കരഞ്ഞു കേട്ടോ മാതാവിൻ്റെ അടുത്ത്. കാരണം ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് 42 വയസ്സായി. ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാനും നിൽക്കണേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ ഏത് എക്സാം എഴുതണേന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ OET തന്നെ എഴുതണേ. അപ്പം അച്ഛൻ ഏതാണ്? അപ്പം ഞാൻ ഒന്നും കിട്ടിയില്ല അച്ഛ. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെ കണ്ടിട്ടുള്ള ആളെന്ന് കൂട്ടത്തിൽ ഒരാളായിരിക്കും ഞാനും. അത്രയ്ക്ക് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു. അന്ന് അച്ഛൻ എന്നോട് താടിക്ക് തട്ടിയിട്ട് സാരില്ല, ആ ഒരു ധൈര്യവും. പിന്നെ ഞാൻ ഉടമ്പടി തൈലം, കാശുരൂപം, ഉപ്പ് അതെൻ്റെ പൗച്ചിലുണ്ടായിരുന്നു. കാശുരൂപം മുറുകെ പിടിച്ചു. ഓരോ എക്സാമിന് ചെന്നപ്പോൾ ചുറ്റും ഉപ്പ് വിതറി സംരക്ഷണം ചോദിച്ച്. ഞാൻ പറഞ്ഞു, ഇനിയില്ല, ഇനിയും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിലും ഞാൻ കൃപാസനത്തിൽ പോണ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതൊരു മോശക്കേടാവരുത് പോകുന്നവർ. ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ജയിക്കും. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ല, ഞാൻ ജയിക്കും. അന്ന് എൻ്റെ എക്സാം സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലേഡി, എല്ലാവരും മാതാവിൻ്റെ കാശുരൂപം എടുത്ത് ആ ലേഡി എന്നെ കാണിച്ചു തന്നേ. അതായത് നമ്മൾ എക്സാം എഴുതുന്നവർക്ക് അതൊരു ധൈര്യമാണ്. എന്നോട് എൻ്റെ എക്സാം പാസ്സായി, എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ആ എക്സാമിനാണ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയത് മെയ് മാസം 15-ാം തീയതി. അന്ന് ആ സാറ്റർഡേ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ നീ ഇപ്പം സാക്ഷ്യം പറയണ്ട, നിൻ്റെ വിസ വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണം, വിസയൊക്കെ പെട്ടെന്ന് വരുമോ എന്നുള്ളൊരിത് എനിക്കിവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. സമയം ഒത്തിരി വൈകിയെങ്കിലും 3 വർഷം 3.5 വർഷമായി എനിക്കൊരു ജോലി ഇൻ്റർവ്യൂ കിട്ടി
ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഒറ്റ പൈസ ആവുന്നില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഓർത്തോ തിയേറ്റർ സ്റ്റാഫ് നേഴ്സാണ്. എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ ഗാൽവേ ക്ലിനിക്, ബ്ലാക്ക് റോക്ക് എന്ന ഹോസ്പിറ്റൽ അയർലൻഡിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഏജൻസി ഒന്നുമില്ല. എനിക്ക് ഒറ്റ പൈസയും ചിലവാവാണ്ട് എനിക്കൊരു ജോലി തന്ന് എൻ്റെ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അതെൻ്റെ ഒരു വലിയ സാക്ഷിയാണ്. കാരണം നമ്മൾ ഒത്തിരി വൈകിയാലും നമ്മൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ വൈകിയാലും നമ്മൾ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോഴും മാതാവ് അങ്ങനെ വൈകിക്കുന്നതല്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ എക്സാമിന് വേറൊരു കാര്യം, ആദ്യത്തെ എക്സാം സെപ്റ്റംബർ 25 നമ്മുടെ ലോഗോസ് ക്യൂസ്. അത് ഞാൻ എഴുതിയില്ല ആ പ്രാവശ്യം. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ലോഗോസ് എഴുതാനെന്ന്. അപ്പോൾ ഇത് മറ്റു പരീക്ഷകൾക്കാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 വർഷം ഇത് പാസ്സായില്ലെങ്കിലും ലോഗോസിന് എനിക്ക് നല്ല റാങ്ക് മാർക്ക് കിട്ടുമായിരുന്നു. ഞാൻ ബൈബിള് പഠിച്ച്, കാരണം ഞാൻ ഇതിൽ തോറ്റെന്ന് എല്ലാവരും അറിഞ്ഞാലും ഞാൻ ബൈബിളിൽ തോക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ബൈബിള് ലോഗോസ് പഠിച്ച് ഞാൻ ഈ 3 വർഷം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇടവകയിൽ. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. എനിക്ക് നല്ല ജോലി ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഫെബ്രുവരി 25 ഇന്നലെ. പിന്നെ വിസ വരല ഇപ്പോൾ തിരക്കായി, എന്തോ ഒരു കറൻ്റ് ഇപ്പോൾ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എല്ലാവരും 1 മന്താണ് വിസയ്ക്ക് വരുന്നത്. എനിക്ക് അവിടെ ചെന്നിട്ടൊരു എക്സാമും കൂടി ഉണ്ട്, March 1 March 7. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു വാക്യമുണ്ട്, എസ്തേർ 14:14. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന് എസ്തേർ ഇതിന് പോയപ്പോൾ പറഞ്ഞതാ. ഒരു വചനം എൻ്റെ നെഞ്ചിൽ എപ്പോഴും കിടക്കും, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന്. അത് ഞാൻ എപ്പോഴും ചൊല്ലും. പിന്നെ എനിക്ക് March 1 എക്സാം. അപ്പോൾ എൻ്റെ വിസ 27-ാം തീയതി ജനുവരിയിൽ കൊടുത്തത്. 1 മന്ത് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് 2 വീക്സ് കൊണ്ട് എൻ്റെ വിസ അടിച്ച് കിട്ടി. അത് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ടും എടുക്കാൻ നേരത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തൈലവും ഉപ്പും തേച്ച് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, പ്രാർത്ഥനാ വിശ്വാസിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ തൈലവും ഉപ്പും മാതാവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് VFSന് തരുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് കൊടുത്ത് വിട്ടോ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു. ഫെബ്രുവരി 25 എൻ്റെ ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 25 പോവാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞത്. അന്ന് തലേദിവസം എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മാറ്റി വെച്ചു 1 വീക്കിലോട്ടെന്ന്. അന്ന് എനിക്ക് ഒത്തിരി ഒരു വിഷമം തോന്നി, അയ്യോ എന്നാലും ഇൻ്റർവ്യൂ മാറ്റി വെച്ചു. അന്ന് രാത്രി എൻ്റെ മോനൊരു വയറുവേദന, എൻ്റെ ഇളയ മോനാ വയറുവേദന വന്ന്. അത് ഞങ്ങൾ അന്ന് ചെറിയ വയറുവേദനയായിരിക്കും എന്ന് വിചാരിച്ചു. 2-ാം ദിവസം ഡോക്ടറെ കാണാൻ പോയേ, അവൻ്റെ അപ്പൻഡിക്സ് റപ്ചറായിരുന്നു. 3 ദിവസം അപ്പൻഡിക്സ് റപ്ചറായിട്ടിരുന്നു. അവൻ ഭയങ്കര സിക്കായിരുന്നു. അന്ന് പിന്നെ അറിയണം, എനിക്കന്ന് ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ് ഈശോയ്ക്കും മാതാവിനറിയായിരുന്നു. അവരതുകൊണ്ടാണ് ആ സമയം നീട്ടിയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ എൻ്റെ അടുത്ത് ഭക്ഷണം വെച്ച് നമ്മൾ രാവിലെ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കായിരുന്നു. അപ്പോൾ ആൾ എന്നോട് ചോദിക്കും, ഇപ്പോഴും ഇന്ന് ചോദിക്കും കേട്ടോ. കാരണം ഞാൻ ഈ 3 വർഷമായിട്ട് എൻ്റെ കൂടെ വരുന്നവരുണ്ടെങ്കിലും അവർ പോയാലും ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ ഏകദേശം എല്ലാ മാസം വരും. 3 വർഷമായിട്ട് എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ചിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഏകദേശം എനിക്ക് എല്ലാ വഴിയൊക്കെ അറിയാം. പിന്നെ അടുത്ത മാസം എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ 25-ാം തീയതി പോകും. അതുകൊണ്ട് എൻ്റെ ഉടമ്പടി ഞാൻ ചോദിച്ചപ്പോൾ ജോയിൻ്റ് ഉടമ്പടി ആക്കാം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൈമാറാം. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി തുടർന്ന് ചെയ്യാൻ എല്ലാ തന്ന് അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37, 23, 24 തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സോണി ബിജു എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ അമ്മ വഴിയുള്ള വലിയ ദൈവാനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും
ഈ തിരുനടയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ സാക്ഷ്യപത്രികയിൽ എഴുതിയിരിക്കുന്ന തിരുവചനമാണിത്. വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കയ്യിൽ പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. ഈ ഒരു പ്രത്യാശയാണ് 7 തവണ OET പരാജയപ്പെടുമ്പോഴും ഒത്തിരി പേർ ഇങ്ങനെ അല്പമെങ്കിലും ഒന്ന് കളിയാക്കിയും ഇതുവരെ പഠിച്ചു തീർന്നില്ലേ എന്ന് 42-ാമത്തെ വയസ്സിൽ ചോദിക്കുമ്പോഴും ഈ മകളെ ഈ അൾത്താരയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ ജീവിച്ച് അത് 12 തവണ ഉടമ്പടി പുതുക്കി അമ്മയുടെ തിരുനടയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തെ സുസ്ഥിരമാക്കും, സുരക്ഷിതമാക്കും, കൂടുതൽ മികച്ച ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ നയിക്കും എന്ന പ്രത്യാശയോടുകൂടി മകളെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ സഹായിച്ചത്. നമ്മൾ പലപ്പോഴും ഉടമ്പടി 2 3 പുതുക്കി നമുക്ക് കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലെന്ന് കണ്ടാൽ വേഗത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരാണ്, ഉടമ്പടി ജീവിതത്തെ ഉപേക്ഷിക്കുന്നവരാണ്. അങ്ങനെ ഉടമ്പടി ജീവിതത്തെ ഉപേക്ഷിക്കുന്നവർക്കും ദൈവം നമുക്ക് ചോദിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ തരുന്നില്ലെന്ന് കരുതി വിശ്വാസത്തെ ത്യജിക്കുന്നവർക്കും മകളുടെ ജീവിതം സാക്ഷ്യമാണ്. കാരണം ഞാൻ ജയിച്ചോ തോറ്റോ എന്നതിലല്ല, മറിച്ച് ഞാൻ അനുഭവിച്ചെൻ്റെ കർത്താവിനെ, ഞാൻ കണ്ടെത്തിയ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ അതല്പം പോലും ചഞ്ചലപ്പെടാതെ ഞാൻ എൻ്റെ ജീവിതത്തോട് സൂക്ഷിക്കുകയും സ്നേഹത്തോടു കൂടി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ആ ത്യാഗത്തിനും സമർപ്പണത്തിനും അമ്മ മാതാവും ഈശോയും നൽകിയ അനുഗ്രഹമാണ് മകളുടെ OET വിജയവും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള മകളുടെ ഈ യാത്രയ്ക്കും അവിടെയുള്ള ജോലിക്കുമുള്ള സാധ്യതകളും. പ്രിയമുള്ളവരെ, മകള് പ്രത്യേകമായിട്ട് അൾത്താരയിൽ സൂചിപ്പിച്ചു, ഞാൻ OET പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കൂടുതൽ വചനം വായിക്കുവാനും വചനം പഠിക്കുവാനുമാണ്. എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ എനിക്ക് കയ്യകലത്തിൽ നിൽക്കുമ്പോഴും കിട്ടാതിരിക്കുമ്പോഴും എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന സാധ്യതകളെ എപ്പോഴും കണ്ടെത്തിക്കൊണ്ട് അമ്മയുടെ തിരുനടയിൽ നിരന്തരം വ്യാപരിക്കുവാൻ ഓരോ മാസവും ഇവിടം വരെ എത്തി കൃപാസനം പത്രം വാങ്ങി അമ്മയുടെ പ്രേക്ഷിതയായി ഓരോ ഇടങ്ങളിലും ചെന്നെത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് പരാജയമാണെങ്കിലും ഞാൻ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ദൂരെ പോകില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ വിശ്വസ്തതയായി പരിണമിപ്പിച്ച് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഈ മകൾ നടത്തിയ സമർപ്പിത ജീവിതത്തിന് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് ഈ വിദേശയാത്രയും ഈ ജോലിയും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അനുഗ്രഹമാക്കി നൽകിയതിനെയും. കുടുംബം മുഴുവനും അതിനെ ചേർന്ന് നിന്നുകൊണ്ട് മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ പിശുക്കൊന്നുമില്ല. അമ്മ മാതാവ് കൂടെ ചേർന്നാൽ നമ്മളെ ഇടയ്ക്കുപേക്ഷിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളതാണ്. കാരണം ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത നിമിഷം മുതൽ അമ്മ ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ വചനം മാംസം ധരിക്കുവാൻ തൻ്റെ ജീവിതത്തെ കൊടുത്ത നിമിഷം മുതൽ ആ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി തീരെഴുതിയതാണ്. അതുകൊണ്ട് അമ്മയെ തേടി ആരെങ്കിലും എത്തിയാൽ അവരുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നത് വരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അമ്മയ്ക്കൊരു മടിയുമില്ല. അമ്മ അതുകൊണ്ട് ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഈശോയിലൂടെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ നിരന്തരമായി ആഴപ്പെട്ടു വരികയും നിങ്ങളുടെ വിശ്വാസം വിശ്വസ്തത കൊണ്ട് കൂടുതൽ മികവാർന്ന് തീരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ബലമാകും. പാറമേൽ പണിത ഭവനം പോലെ നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും നിലനിൽക്കും. നിങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങളാവും, സങ്കടങ്ങൾ സന്തോഷങ്ങളാവും. ഇന്ന് കണ്ണീരിൻ്റെ ദിനങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പുലരികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ മകൾ എത്രയോ തവണ അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ അമ്മയെ നോക്കി എപ്പോഴാ എന്നെ ഒന്ന് സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഈശോയുടെ ഈ ക്രൂശ് ദൈവം നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഹൃദയത്തിൽ രക്തം ഇറ്റിട്ട് ഞാനിങ്ങനെ ജീവിച്ചു പോവുകയാണ്, എന്താ പ്രായമേറിയിട്ടും എന്നെ നീയൊന്ന് നോക്കാത്തേ എന്ന് ചോദിച്ചു കാണും. എല്ലാത്തിനും ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് എന്താണോ ആ കഷ്ടപ്പാട് മാറ്റിത്തരുവാൻ അവൻ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. നമുക്ക് ജീവിതത്തിൽ ദൈവത്തോട് കൊടുക്കുവാനുള്ളത് വിശ്വസ്തതയുള്ള, ദൈവശരണമുള്ള, കലർപ്പ് ചേരാത്ത വിശ്വാസത്തിൻ്റെ ഈടുവയ്പ്പാണ്. അതാണ് അച്ഛൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ ആസ്തിക്ക് യാതൊരു ബലക്കുറവുമില്ലാതെ
ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നിക്ഷേപങ്ങൾ നിരന്തരം ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു ക്ലെയിം ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ഞാൻ ജീവിച്ചു, അതുകൊണ്ട് ഞാനിതിന് അർഹനാണെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കുവാൻ പറ്റുന്നൊരു ക്ലെയിം നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ നിയോഗം അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ല. ഇന്നല്ലെങ്കിലും നാളെ ഈശോ ഒപ്പിടുന്നതും അമ്മ അനുവദിച്ചു തരുന്നതും ജീവിതം സന്തോഷപൂർണ്ണമാകുന്നതും നമുക്ക് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരിയും കുടുംബവും ഒരുപോലെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും വിശ്വസ്തതയുള്ള വിശ്വാസ ജീവിതത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.